Hello viewers, welcome back to my channel. നമ്മുടെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ഓഫർ ചെയ്ത, അത് ലൈക്ക് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത, കമൻറ്റ് ചെയ്ത, പേഴ്സണലി എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളൂ. നമ്മുടെ അടുത്ത വീഡിയോ വളരെ യുണീക്കായിട്ടുള്ള ഒരു വാച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാച്ചുകളുടെ ലോകത്ത് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള വളരെയധികം വാച്ചുകളുണ്ട്, വളരെ യുണീക്കായിട്ടുള്ള വാച്ചുകൾ. അതിൽ തന്നെ അധികം ആളുകൾക്ക് പരിചയമില്ലെങ്കിൽ പോലും വാച്ച് പ്രേമികൾക്കിടയിൽ ഒരു കൾട്ട് ഫോളോയിങ്സ് ഉള്ള വളരെ ചുരുക്കം വാച്ചുകളുണ്ട്. അങ്ങനത്തെ ഒരു വാച്ചിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സീഗൾ 1963. സീഗൾ 1963 ചൈനീസ് എയർഫോഴ്സിന് വേണ്ടിയിട്ട് ചൈനയുടെ ഏറ്റവും ആദ്യത്തെ വാച്ച് കമ്പനിയായ ടിയാൻജിൻ വാച്ച് ഫാക്ടറി എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്ത ഒരു വാച്ചാണ്. ആദ്യമായിട്ട് ചൈനയിൽ വാച്ച് മാനുഫാക്ചർ ചെയ്ത് എന്ന് പേരുള്ള വളരെ പ്രശസ്തമായ ടിയാൻജിൻ കമ്പനിയുടെ അടുത്ത് 1962 ചൈനീസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ചൈനീസ് എയർഫോഴ്സിന് വേണ്ടിയിട്ട് വളരെ സ്പെസിഫിക്കലായിട്ട് ഒരു ക്രോണോഗ്രാഫ് മെക്കാനിക്കൽ വാച്ച് ഉണ്ടാക്കേണ്ട ആവശ്യകത പറയും. അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഈ കമ്പനി അതിൻ്റെ പ്ലാനിങ്ങിലേക്ക് കടന്നു. എന്നാൽ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആ കമ്പനിയുടെ മുമ്പിൽ വളരെ വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് ചൈനയിൽ ക്രോണോഗ്രാഫ് കാലിബർ ടെക്നോളജി അവൈലബിൾ അല്ലായിരുന്നു. അവർ ലോകത്തെ പല ഭാഗത്തെ വാച്ച് മാനുഫാക്ചറിങ് കമ്പനീസിനെ അപ്രോച്ച് ചെയ്തു. റഷ്യ, യൂറോപ്പ്, US പല രാജ്യങ്ങളിലും ചെന്നു. റഷ്യൻ വാച്ച് കമ്പനീസ് ഇവരുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്താണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 3 മെക്കാനിക്കൽ വാച്ച് കമ്പനികളിൽ ഒന്നായ വീനസ് അവരുടെ പഴയ ടെക്നോളജി ഒഴിവാക്കി പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അതുവരെ അവർ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി മാനുഫാക്ചർ ചെയ്യുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്താണ് ടിയാൻജിൻ വാച്ച് ഫാക്ടറി എൻജിനീയേഴ്സ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ആ സമയത്ത് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ആ എക്സിസ്റ്റിംഗ് ടെക്നോളജി S175 എന്നാണ് ടെക്നോളജിയുടെ പേര്. ആ ടെക്നോളജി കാലിബർ യൂസ് ചെയ്യാനുള്ള, അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ടൂൾസും എക്യുപ്മെൻറ്റ്സും മൊത്തത്തിൽ വീനസ് കമ്പനിയുടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ആദ്യമായിട്ട് ചൈനീസ് എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ കാലിബർ വാച്ച് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിന് അവരിട്ട പേര് ST19 എന്നാണ്. ഇത് വീനസിൻ്റെ 175 കാലിബർ ഓൾമോസ്റ്റ് സെയിം ക്ലോൺ ചെയ്ത പോലത്തെ ഒരു ടെക്നോളജി ആയിരുന്നു. അത് കൂടാതെ ആ സെയിം ടെക്നോളജിയിൽ അവരാകെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വൽസ് കൂടുതൽ, നേരത്തെ ഉണ്ടായിരുന്ന 175 കാലിബറിൽ കൂടുതൽ ജ്വല്ലറ്റ്സ് അതിൻ്റെ ഉള്ളിൽ അവർ കൊണ്ടുവരികയുണ്ടായിരുന്നു. 1962 അവർ 3 ബാച്ച് വാച്ചസ് സീഗൾ 1963 വാച്ചസ് മാനുഫാക്ചർ ചെയ്യുകയും അത് ഗവൺമെൻറ്റിന് കൊടുക്കുകയും ചെയ്തു. ഗവൺമെൻറ് സെലക്റ്റീവായിട്ടുള്ള 38 ഒഫീഷ്യൽസ് ഈ 3 ബാച്ചുകൾ ചെക്ക് ചെയ്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം ഈ കമ്പനിക്ക് മുഴുവൻ വാച്ചുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 1963 ആദ്യമായി ചൈനീസ് എയർഫോഴ്സിന് വേണ്ടിയിട്ട് ഈ സീഗൾ 1963 1400 എണ്ണം മാനുഫാക്ചർ ചെയ്യുകയാണ് ഉണ്ടായത്. ലോകത്ത് ഏറ്റവും വളരെ ജെനുവിനായിട്ട് ആകെ 1400 വാച്ചസേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സെയിം മോഡലിൻ്റെ അതിൻ്റെ ഒരു ട്രൈബോട്ടായിട്ട് ഈ കമ്പനി 2000 മുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന വാച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ടിയാൻജിൻ വാച്ച് ഫാക്ടറി ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നാണ്. ലോകത്ത് ഉണ്ടാക്കുന്ന മൊത്തം മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സിൽ 1/3 ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇത് ഇത്രയും വലിയ കമ്പനി ആയെങ്കിലും ഇതിൻ്റെ പേര് സീഗൾ എന്നുള്ള പേര് വന്നത് 1970 മുതലാണ്.
ഇവർ 1970 മുതലാണ് വാച്ചുകൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതും ആ സമയത്താണ് ഇവർ സീഗൾ എന്ന പേരിലേക്ക് മാറിയത്. ചൈനീസ് എയർഫോഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ വാച്ച് 1400 എണ്ണം അന്ന് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ രണ്ടാമത് ഇത് ഇവർ മാനുഫാക്ചറിങ് തുടങ്ങുന്നത് 2000-ന് ശേഷമാണ്. 2000-ന് ശേഷം ഇവർ ST19 ടെക്നോളജി രണ്ടാമത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും ഈ വാച്ചിൻ്റെ കൾട്ട് ഫോളോവേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഇത് രണ്ടാമത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരാൻ തുടങ്ങുകയാണ് ചെയ്തത്. ഈ വാച്ച് ഗവൺമെൻറ് പ്രൊജക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്തപ്പോൾ ഇതിനൊരു കോഡ് നെയിമാണ് ഉണ്ടായിരുന്നത്, 304. ഇത് 2000-ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ആ കോഡ് നെയിം മാറ്റി സീഗൾ 1963 എന്നാക്കി. ഈ 1963 എന്നുള്ളത് ഏറ്റവും ആദ്യം മാനുഫാക്ചർ ചെയ്ത ആ വർഷത്തിന് കണക്ട് ചെയ്തിട്ടാണ് ഇവർ ആ മോഡലിന് പേര് നൽകിയത്. ഇനി നമുക്ക് ഈ വാച്ചിനെ കുറച്ചും കൂടെ അടുത്തറിയാൻ നോക്കാം. ഇതിൻ്റെ കേസ് സൈസ് 38 മില്ലിമീറ്റർ ആണ്, തിക്നെസ് 14.5 മില്ലിമീറ്ററും ലഗ് ടു ലഗ് 46.8 മില്ലിമീറ്ററുമാണ്. ലഗ് വിഡ്ത്ത് 18 മില്ലിമീറ്റർ, വാട്ടർ റെസിസ്റ്റൻസ് 30 മീറ്റർ, മൂവ്മെൻറ്റ് മാനുവൽ സീഗൾ ST19 ആൻഡ് ക്രിസ്റ്റൽ അക്രലിക്. ഇത് ആക്ച്വലി നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലുള്ള വാച്ചുകളെ നോക്കുകയാണെങ്കിൽ ചെറിയ ഡയലുള്ള വാച്ചാണ്. 38 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഡയൽ. 38 മില്ലിമീറ്റർ ഡയൽ സൈസിലാണ് ഇവർ ഏറ്റവും ആദ്യം ചൈനീസ് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്തത്. അതിനുശേഷം 2000-ൽ അവർ പുതിയതായിട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ അവർ 40 മില്ലിമീറ്ററിൻ്റെയും 42 മില്ലിമീറ്ററിൻ്റെയും ഓപ്ഷൻസ് മാർക്കറ്റിൽ കൊണ്ടുവന്നിരുന്നു. എന്നിരുന്നാലും 38 മില്ലിമീറ്ററാണ് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള മോഡലിൻ്റെ സൈസ്. ഇതിൻ്റെ ഡയൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് യെല്ലോ ഗോൾഡ് കളറാണ് ഇതിൻ്റെ ഡയലിന്. ഇതിനെ ബ്ലൂ കളറിലുള്ളതാണ് അവർ ഹാൻഡ്സും മിനിറ്റ് ഹാൻഡ്സും. ക്രോണോമീറ്റർ സെക്കൻഡ്സ് സൂചി റെഡ് കളറാണ്. ഇത് ഈ ഡയൽ കളറായിട്ട് നല്ല കോൺട്രാസ്റ്റിംഗ് ആയത് കാരണം നമുക്ക് സമയം നോക്കുമ്പോൾ യാതൊരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ നമ്പേഴ്സ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വളരെ ലെജിബിളായിട്ട് ക്ലിയർ ആയിട്ട് വായിക്കാവുന്ന തരത്തിലുള്ള ഫോണ്ട് യൂസ് ചെയ്തിട്ട് ഡയലിൽ നല്ല ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഗോൾഡ് പ്ലേറ്റഡ് മാർക്കിംഗ് കാണാൻ പറ്റുകയും ചെയ്യും. ഇതിന് ചുറ്റും മിനിറ്റ്സ് ഡിനോട്ട് ചെയ്യുന്ന വേറൊരു ബ്ലാക്ക് പ്രിൻ്റഡ് ഡയലും കൂടെ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ 9 എന്ന് എഴുതിയേക്കുന്ന ഭാഗത്തും 3 എന്ന് എഴുതിയേക്കുന്ന ഭാഗത്തും നിങ്ങൾക്ക് ക്രോണോഗ്രാഫ് റീഡിങ്സ് വളരെ ക്ലിയർ ആയിട്ട് പ്രിൻ്റ് ചെയ്തേക്കുന്ന കാണാം. ഇതിൻ്റെ കളർ കോൺട്രാസ്റ്റ് നല്ല രസകരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നോക്കാൻ തോന്നുന്ന തരത്തിലുള്ള കളർ കോൺട്രാസ്റ്റ് ഉള്ള വാച്ചാണിത്. ഇത് സാധാരണ മാർക്കിംഗ് കൂടാണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചൈനേനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു റെഡ് സ്റ്റാർ മാർക്കിംഗ് നിങ്ങൾക്ക് കാണാം. മാത്രമല്ല അതിൻ്റെ നേരെ താഴെയായിട്ട് 6-ന് തൊട്ട് മുകളിലായിട്ട് ടിയാൻജിൻ വാച്ച് ഫാക്ടറിയുടെ പേരും ചൈനീസ് ഭാഷയിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് റൈറ്റ് സൈഡിലായിട്ട് 2 പുഷ് ബട്ടണും ഒരു ക്രൗണുമാണ് ഉള്ളത്. നല്ല ഹൈ ക്വാളിറ്റി മാനുഫാക്ചറിങ് ചെയ്തേക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള പുഷ് ബട്ടൺസും ക്രൗണുമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ക്രൗണിൽ തന്നെ ഒരു സ്റ്റാർ സൈൻ, എഗെയിൻ ചൈനേനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വാച്ചിൻ്റെ ഡയലിൽ മുകളിൽ റെഡ് സ്റ്റാറിൻ്റെ തൊട്ട് താഴെയായിട്ട് 19 ജുവാൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 19 ജുവൽസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഇറങ്ങുന്ന മോഡലുകളിൽ ആക്ച്വലി 21 ജുവൽസ് ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം അവർ മാനുഫാക്ചർ ചെയ്ത 1400 ബാച്ച് വാച്ചസിൽ 19 ജുവൽസാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് അവരിപ്പോഴും 19 ജുവാൻ എന്ന് മാർക്കിംഗ് ആ വാച്ചിൽ കാണിച്ചിരിക്കുന്നത്. ഈ വാച്ച് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് 316L ലെവലിലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. ഇത് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചെറിയൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത് അതിൻ്റെ ക്വാളിറ്റി മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഫീൽ നമുക്ക് തരുന്നതാണ്. ഇതിൻ്റെ എല്ലാം വളരെ നീറ്റായിട്ട് കട്ട് ചെയ്ത് വളരെ പ്രിസൈസായിട്ടുള്ള ഒരു എഡ്ജസ് ഉള്ള ഒരു വാച്ചാണ് ഇത്. നമ്മൾ ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
21,600 വൈബ്രേഷൻസ് ആണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇത് ഈവൺ ഇഫ് നമ്മൾ ക്രൗൺ പുൾ ചെയ്ത് ഏറ്റവും എൻഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും സെക്കൻഡ് ഹാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാം. ഇതിന് 38 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. മെൻസ് വാച്ചുകളിൽ ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു വാച്ച് കാണൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ വാച്ചിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്കതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ബാക്കാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത് കൂടാതെ ഇതിൻ്റെ ക്രിസ്റ്റൽസ് പ്ലേസിങ്ങും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് കാരണം ആ ബാക്ക് കേസ് തന്നെ വളരെ വാല്യുബിളായിട്ടുള്ളൊരു ഡിസൈനാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഈ വാച്ച് പല സ്ട്രാപ്പുകൾക്കൊപ്പം നമുക്ക് ലഭിക്കുമെങ്കിലും ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്ട്രാപ്പ് ഇതിൻ്റെ ആദ്യത്തെ മാനുഫാക്ചറിങ് ചെയ്ത ഇപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രാപ്പിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നൈലോൺ ഗ്രിപ്പ് സ്ട്രാപ്പാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത്. ഇപ്പോഴത്തെ സ്ട്രാപ്പുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്വാളിറ്റി സ്ട്രാപ്പായിട്ട് അത് തോന്നില്ലെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നന്നായിട്ട് ഫിറ്റാകുന്ന തരത്തിലുള്ള ഒരു സ്ട്രാപ്പാണ് അത്. ഈ വാച്ച് നമ്മൾ മറ്റ് വാച്ചുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇക്കണോമിക്കലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് വാച്ചാണ്. ഇതിലും കുറഞ്ഞ വിലക്ക് നമുക്ക് വേറൊരു മെക്കാനിക്കൽ ക്രോണോഗ്രാഫ് വാച്ച് കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ വാച്ച് പ്രേമികൾക്കും ഇത് വാങ്ങിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതെന്തായാലും മിസ്സാക്കാതെ അത് കൈവശപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ വളരെയധികം പൈസ ആവില്ലെങ്കിലും ഇതിൻ്റെ സർവീസിങ് വരുമ്പോൾ ഈ വാച്ചിൻ്റെ പൈസക്ക് കൂടുതൽ സർവീസിങ് ചാർജ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സീഗൾ 1963 കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കമൻറ്റ് ചെയ്യുക, പേഴ്സണൽ മെസ്സേജസ് അയക്കും, താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. വാച്ചുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഇനിയും നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വാച്ച് വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.